ഇടുക്കി ജില്ലയിലൂടെയുള്ള ദീർഘമേറിയ ആദ്യ യാത്രയുടെ മൂന്നാം ദിനം വൈകുന്നേരം കാൽവരിക്കുന്നും അഞ്ചുരുളി തുരങ്കവും വെള്ളച്ചാട്ടവും ഒക്കെ കണ്ടു വരുവാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഇതിനുശേഷം അതും പോയി കാണണേ. ഇന്ന് രാത്രിയോടെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലുള്ള ഞങ്ങളുടെ വീടുകളിൽ എത്തണം. അതിനു മുമ്പ് ഒരു സ്ഥലം കൂടി കാണണം. ഏറെ നാളായി കാത്തിരുന്ന ഒരു കാഴ്ചയാണ് ഇനിയും വരുന്നത്. വെയിലൊക്കെ മാറി മങ്ങിയ ആകാശത്തിലൂടെ സൂര്യൻ തന്റെ കൂടാരത്തിലേക്കുള്ള തിരക്കിട്ട യാത്രയിലാണ്. ഞങ്ങളെക്കാൾ തിരക്കിലാണ് പുള്ളിക്കാരൻ. സാധാരണ ഹൈറേഞ്ച് പ്രദേശങ്ങൾക്ക് വിഭിന്നമായി ഞങ്ങൾക്ക് തോന്നിയ അധികം ആളുകളെ ഒന്നും കാണാത്ത പെരിയാറിന്റെ തീരത്തുകൂടിയുള്ള ഒരു നാട്ടുവഴി, നിറയെ തേക്ക് മരങ്ങളും മുളകളും മറ്റു മരങ്ങൾ നിറഞ്ഞ ഒരു പുഴയോര മൺപാത. ഈ വഴിയിലൂടെ ചുമ്മാ വൈകുന്നേരം ഒരു സൈക്കിൾ സവാരി ഒരു കിടിലൻ സംഭവം തന്നെയായിരിക്കും. ഹലോ സുഹൃത്തുക്കളെ, രമേശ് ആൻഡ് സുരേഷ് വ്ലോഗ്സിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിയിരിക്കുവാണ് സുഹൃത്തുക്കളെ. അയ്യപ്പൻ കോവിൽ. ഇടുക്കി ജില്ലയിൽ ഇടുക്കി താലൂക്കിലെ ഒരു വില്ലേജാണ് അയ്യപ്പൻ കോവിൽ. ഇവിടെ നിന്നും ഏകദേശം 14.5 കിലോമീറ്റർ അകലെയാണ് കട്ടപ്പന നഗരം. ഇടുക്കി അണക്കെട്ടിലേക്ക് ജലം സംഭരിക്കപ്പെട്ടിരിക്കുന്നതിൽ ഈ പഞ്ചായത്തും ഉൾപ്പെടുന്നു. 1960കളിൽ ഇടുക്കി ജില്ലയിലെ തന്നെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ അയ്യപ്പൻ കോവിൽ. കേരളത്തിലെ ഏറ്റവും വലിയ കുടിയിറക്ക് നടന്നത് ഇവിടെയാണ്. എന്തിനു വേണ്ടിയാണെന്നല്ലേ? ഇടുക്കി ഡാമിന്റെ റിസർവോയറിനായിട്ട്. എന്നാൽ ഇനിയുമുണ്ട് ഇവിടെ ആളുകൾ. അയ്യപ്പൻ കോവിൽ, വെള്ളിലാംകണ്ടം, മടുക്ക എന്നീ പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് പകരം ഭൂമി നൽകി കുടിയൊഴിപ്പിച്ചു. 1976 ഇടുക്കി ഡാമിന്റെ പണി പൂർത്തിയായപ്പോൾ അയ്യപ്പൻ കോവിൽ ചന്തയിൽ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളും വെള്ളത്തിലായി. അക്കാലത്തെ ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ ചന്തയായിരുന്നു അയ്യപ്പൻ കോവിൽ ചന്ത. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ, ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേശ് ആൻഡ് സുരേഷ് വ്ലോഗ്സിന്റെ പുത്തൻ ഒരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലെ യാത്രയുടെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ്. അതായത് ഈ ട്രിപ്പിന്റെ ഇനിയും ഇടുക്കിയിലൊക്കെ വരും, അത് വേറെ കാര്യം. പക്ഷെ ഇപ്പോഴത്തെ ഈ ട്രിപ്പിന്റെ അവസാനത്തെ എപ്പിസോഡാണ്. ഞങ്ങളുടെ ബാക്കിൽ ഒരു അടിപൊളി സംഭവം കാണുന്നുണ്ട്. ഹാങ്ങിങ് ബ്രിഡ്ജാണ്, തൂക്കുപാലമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണ്. 2012 പണി കഴിപ്പിച്ചെന്ന് അറിയപ്പെടുന്ന ഈ തൂക്കുപാലത്തിന്റെ പേര് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം എന്നാണ്. 40 പേർക്ക് മാത്രമേ ഒരേ സമയത്ത് കയറാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് നമുക്ക് നടന്നു കയറാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതൊരു ഗ്രാമപ്രദേശത്ത് ഈ കോവിലും ഈ സ്ഥലവുമായിട്ട്, അയ്യപ്പൻ കോവിൽ എന്ന് പറഞ്ഞ സ്ഥലവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലമാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും വൈകുന്നേരമായി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഈ പാലത്തെ കയറിയിട്ട് അങ്ങേയറ്റത്തെത്തണം. അങ്ങേയറ്റത്തെത്തിയിട്ട് കാഴ്ചകൾ നമുക്ക് വിശദീകരിക്കാം. സുഹൃത്തുക്കളെ, ഞങ്ങളങ്ങനെ ഈ തൂക്കുപാലത്തിന്റെ ഉള്ളിലേക്ക് നടന്നു പോവുകയാണ്. അയ്യപ്പൻ കോവിൽ കടവ് തൂക്കുപാലം എന്നെഴുതിയ ഒരു ബോർഡ് ഇതിന്റെ വാതിൽക്ക് വെച്ചിട്ടുണ്ട്. ഇതിന്റെ നീളം പറഞ്ഞിരിക്കുന്നത് 200 മീറ്റർ ആണ്. വീതി 1.20 മീറ്റർ. നിർമ്മാണ ചെലവ് 2,53,41,150 രൂപ. നിർമ്മാണം 2012-13 കാലഘട്ടത്തിലായിരുന്നു. നിർമ്മാണ നിർവഹണം കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ്, മാമല, കൊച്ചി. മുന്നറിയിപ്പായി താഴെ 2 പോയിന്റുകളുണ്ട്. 1, പാലത്തിൽ കൂടി വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. 2, ഈ പാലത്തിൽ 40-ലധികം യാത്രക്കാർ ഒരേ സമയം സഞ്ചരിക്കുവാൻ പാടുള്ളതല്ല. ഇതുകൂടാതെ നോ ഡ്രിങ്കിങ്, നോ സ്മോക്കിംഗ്, പുകവലിയും മദ്യപാനവും ഇവിടെ പാടില്ല എന്നൊക്കെ ആളുകൾ എഴുതി ചേർത്തിട്ടുണ്ട്. കാരണം ഇതിനടുത്ത് തന്നെ ഒരു പുരാതനമായ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ പേരിലായിരിക്കാം ഈ അയ്യപ്പൻ കോവിൽ കടവ് എന്ന ഒരു പേര് കൂടി ഈ സ്ഥലത്തിന് വന്നത്. അപ്പോൾ ഈ അയ്യപ്പൻ കോവിൽ കടവ് തൂക്കുപാലത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ തൂക്കുപാലം നന്നായിട്ട് ആടുന്നുണ്ട്. ഇത് സ്വയമേ ആടുന്നതാണോ അതോ ഇത്രമേ ആടുന്നത് ആരെങ്കിലും ആട്ടുന്നതാണോ എന്ന് ഇനി മുൻപോട്ട് പോയിട്ട് അറിയണം. കാരണം കുറേ പേര് തൂക്കുപാലത്ത് നിൽക്കുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചയാണ് ഈ തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിന്ന് ചുറ്റുപാടും കാണുന്നത്. ഞങ്ങൾ വന്ന സമയത്തെ കാഴ്ച ഇതാണെങ്കിലും മറ്റ് ചില സമയത്തെ കാഴ്ചകൾ കൂടി ചില ഫോട്ടോകളിലൂടെ വീഡിയോകളിലൂടെ നിങ്ങളെ കാണിക്കാം. വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഇത് ഭയങ്കര സുന്ദരമായ സ്ഥലം. കാണാം ഇതിന്റെ മനോഹരമായ മറ്റു ദൃശ്യങ്ങളും കേൾക്കാം ഇതിനെപ്പറ്റിയുള്ള മറ്റു കാര്യങ്ങളും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. പതിറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന നാടിന്റെ ഹൃദയഭാഗത്തുകൂടി വശ്യമനോഹാരിതയെ മറുകരയെത്തിക്കുന്ന ഒരു തൂക്കുപാലം.
അതാണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിലെത്തുന്ന ഓരോ സഞ്ചാരിയോടും ഒറ്റ വാക്കിൽ നൽകാനാവുന്ന സൂചന. മഴക്കാലത്തും വേനൽക്കാലത്തും വ്യത്യസ്തമായ സൗന്ദര്യ കാഴ്ചകൾ കൊണ്ട് സഞ്ചാരികളുടെ മനം മയക്കുന്ന ഗ്യാരണ്ടിയാണ് ഒരു പ്രാവശ്യം വന്ന സഞ്ചാരികൾ വീണ്ടും വീണ്ടും എത്താനുള്ള കാരണം. കാലാവസ്ഥാ ഭേദങ്ങൾക്കൊപ്പം അവിടുത്തെ കാഴ്ചകളുടെ ഭംഗിയും മാറി മാറി വരും. മുല്ലപ്പെരിയാറിലെ ഉൾപ്പെടെ മഴക്കാലത്ത് ജലം വൻതോതിൽ കുത്തൊഴുക്കായി ഇടുക്കി ഡാമിലേക്ക് ഇതിലെയാണ് കടന്നുപോകുന്നത്. അവ പിന്നീട് ഡാമിന്റെ സംഭരണ ശേഷി നിറയുന്നതിനനുസരിച്ച് തിരികെ പദ്ധതി പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കും. അങ്ങനെ കാലവർഷം കഴിയുന്നതോടെ ഏകദേശം സെപ്റ്റംബർ നവംബർ മാസത്തോടെ വെള്ളം ഡാമിലേക്ക് തിരിച്ചിറങ്ങിപ്പോരും. അവ വൃഷ്ടിപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതോടെ വലിയ ഉയരത്തിൽ തൂക്കുപാലത്തിന് തൊട്ടു താഴെ വരെ അക്കരെ ഇക്കരെ വെള്ളം നിറയും. 4 വശത്തേക്കും കൈവഴികൾ ഉള്ള പാലത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ അപ്പോൾ കണ്ണെത്താ ദൂരത്തോളം വെള്ളം നിറയും. തൂക്കുപാലത്തിന് താഴെയുള്ള പുരാതനമായ അയ്യപ്പൻ കോവിൽ പാലവും ഈ പ്രദേശവുമെല്ലാം അപ്പോൾ വെള്ളത്തിലാകും. പിന്നീട് മറുകര എത്താനുള്ള ഏക മാർഗം തൂക്കുപാലം മാത്രമാകും. പ്രദേശമാകെ കണ്ണെത്താ ദൂരത്തോളം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിന് മുകളിലൂടെയുള്ള തൂക്കുപാലത്തിലെ യാത്രയും ദൃശ്യഭംഗിയും അത്രമേൽ മനോഹരമാണ്. അവിടെ നിന്നും പുരാതനമായ അയ്യപ്പൻ കോവിൽ ക്ഷേത്രഭാഗത്തിലൂടെയുള്ള തോണിയാത്രയുമുണ്ട്. ഇനിയും വേനൽക്കാലമായാലോ കാഴ്ച ഒന്നാകെ മാറുകയാണ്. വറ്റിവരണ്ട പെരിയാറിന്റെ കൽക്കൂട്ടങ്ങളുടെ വിദൂര ദൃശ്യവും പച്ചപ്പ് വിരിച്ച പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള മൺപാതകളുടെ വിദൂര കാഴ്ചകളും കാറ്റും കുളിർമഞ്ഞുമൊക്കെയായി കാഴ്ചയുടെ മറ്റൊരു ദൃശ്യവിരുന്നായി. ഇടുക്കിയിലെ ജലസംഭരണിക്ക് കുറുകെ അയ്യപ്പൻ കോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന 2012 നിർമ്മിക്കപ്പെട്ട തൂക്കുപാലം കേരള സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി 2 കോടിയിലധികം ചെലവിൽ നിർമ്മിച്ചതാണ് ഈ തൂക്കുപാലം. കേരള സംസ്ഥാനത്തെ ഏറ്റവും നീളമേറിയ തൂക്കുപാലം എന്നാണ് കേട്ടുകേഴ്വി. ആളുകളുടെ സഞ്ചാരത്തിനായി ഒരുക്കിയ പാലമാണെങ്കിലും ഈ വിസ്മയ പണിയുടെയും അതിൽ നിന്നും കാണുന്ന കാഴ്ചകളുടെയും ഭംഗിയും പറഞ്ഞുകേട്ട് അനേകർ ഇവിടേക്കെത്തി ഇതൊരു ടൂറിസ്റ്റ് ലൊക്കേഷനായി മാറിക്കഴിഞ്ഞു. അവധിക്കാലമായാൽ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ലൈഫ് ഓഫ് ജോസുകുട്ടി, നമ്മ വീട്ടു മാപ്പിളൈ തുടങ്ങിയ മലയാളം തമിഴ് സിനിമകളിലൂടെ തൂക്കുപാലത്തിന്റെ ദൃശ്യഭംഗി അഭ്രപാളിയിലെത്തി. വളരെ പഴക്കം ചെന്ന, അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിയപ്പെട്ട ഒരു ചെറിയ പാലമാണ് താഴെ ഈ കാണുന്നത്. വലിയ തിരക്കൊന്നുമില്ലെങ്കിലും വേനൽക്കാലത്ത് ഏകദേശം 6 മാസത്തോളം ഇതുവഴിയാകും വാഹനങ്ങളുടെ യാത്ര. ബാക്കി 6 മാസം ഇത് വെള്ളത്തിനടിയിലായിരിക്കും. ഈ കാരണം കൊണ്ടാണോ എന്നറിയത്തില്ല, ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടും ഇത്ര പഴക്കമേറിയ ഈ പാലം ഒന്ന് പൊളിച്ചു പണിയാനായിട്ട് ആരും തയ്യാറാകുന്നില്ല. മനോഹരമായ പ്രകൃതി സൗന്ദര്യം കൊണ്ട് ഇതൊരു ടൂറിസ്റ്റ് പ്രദേശമാണെങ്കിലും അത്തരം സൗകര്യങ്ങളൊന്നും അധികം ഞങ്ങളുടെ കണ്ടില്ല. അതിലുപരി 2012 പണി കഴിപ്പിച്ച പാലത്തിന് വർഷങ്ങളായി നേരിടുന്ന പ്രശ്നം അറ്റകുറ്റപ്പണികളുടെ അഭാവമാണ്. കാലപ്പഴക്കത്താൽ പലയിടത്തും തൂക്കുപാലത്തിന്റെ കൈവരികളിൽ ചിലവ വിട്ടുപോയിട്ടുണ്ട്. കൈവരി കമ്പികൾ ചിലയിടത്ത് ഒടിഞ്ഞു മാറിയിരിക്കുന്നു. നട്ട് ബോൾട്ടുകൾ പലയിടത്തും തുരുമ്പെടുത്ത് ദ്രവിച്ച നിലയിലുമാണ്. ഒരേ സമയം 40 പേരിൽ കൂടുതൽ ആളുകൾ പാലത്തിൽ കയറാൻ പാടില്ല എന്ന മുന്നറിയിപ്പുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ അതൊക്കെ ലംഘിക്കപ്പെടാറുണ്ട്. ഞങ്ങൾക്ക് നേരിട്ടുള്ള അനുഭവത്തിൽ ചിലർ ആ പാലത്തിൽ കയറിയെന്ന് പാലത്തെ ബലമായി ടാട്ടുകയുണ്ടായി. ഇത്തരം ബുദ്ധിയില്ലാത്ത സാമൂഹിക വിരുദ്ധരെ നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്തിടത്തോളം ബലഹീനമായ ഈ പാലം ഒരു വലിയ റിസ്കിലാണ്. വള്ളത്തേൽ തുഴഞ്ഞ് 2 പേര് പോകുന്നു. വള്ളത്തേലല്ല, ചങ്ങാടത്തേല്. ചങ്ങാടത്തെ 2 പേര് അക്കരെ പോവാന്നോ ഉണ്ട്. ചങ്ങാടമാണ്, ചങ്ങാടം, മുളകുണ്ടാക്കിയ ചങ്ങാടം. പലതവണ ഇതിന്റെ പുനരുദ്ധാന പ്രവൃത്തിക്കായി എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കപ്പെട്ടു. ഏറ്റവും ഒടുവിൽ 2022 ഫെബ്രുവരി ആദ്യവാരം KEL കമ്പനി അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിനു വേണ്ടി 13 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. എന്നാൽ പിന്നീട് അതിന്മേലും നടന്നില്ല. കൂടാതെ പാലത്തിന് താഴെയുള്ള ചില ഭാഗത്ത് തള്ളിയിരിക്കുന്ന ബിൽഡിംഗ് വേസ്റ്റുകൾ ഇത്രമേൽ ഭംഗിയേറിയ ഈ സ്ഥലത്തിന്റെ ഭംഗിയും
ഈ ഭീമൻ തൂക്കുപാലത്തിന്റെ മനോഹാരിതയ്ക്കും ഇത്തരം ചില കാര്യങ്ങൾ ഗണ്യമായ പോറലേൽപ്പിക്കുന്നു. എന്നാൽ അധികം താമസിക്കാതെ ഇതിനൊക്കെ പരിഹാരമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സ്ഥലത്തോട് ഞങ്ങൾ വിട പറയുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, അയ്യപ്പൻ കോവിൽ ഹാങ് ബ്രിഡ്ജിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ സമയം സന്ധ്യയായി കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇനി ഇടുക്കിയിൽ നിന്ന് ശ്രമിക്കാറായി. അപ്പം ഞങ്ങൾക്ക് ഇനി ഇടുക്കിയിൽ നിന്ന് തിരിച്ച് മാവേലിക്കര വരെയോളം എത്തേണ്ടിയിരിക്കുന്നു. കിലോമീറ്ററുകൾ രാത്രിയിൽ നീളുന്ന യാത്രയാൻ തോന്നുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.